കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശനിയാഴ്ച പ്രഭാത സമയത്ത് ബന്ധത്തോട് ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമക്കൾ, നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിനും നിങ്ങളുടെ ആ ആത്മീയ തീഷ്ണതയ്ക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ആഴ്ചകളും കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് അതിന്റെ ഈ പ്രയലിലെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് പ്രത്യേകമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനിലേക്ക് ചേരുന്ന ഗാനങ്ങൾ പാടിയ പ്രിയ സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായി വളരെ ആഴത്തിൽ ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ വർഗീസ് പാസ്റ്ററിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനത്തിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മതിലുകൾ പൊളിയുന്ന അനുഭവങ്ങൾ, അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസനിലൂടെ വളരെ ആഴമായി ദൈവത്തിന്റെ വചനം അതിന്റെ 10 ഉപദേശത്തിൽ തന്നെ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഗുണീകരണത്തിന് കാരണമായി തീരുവാൻ, കാര്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനൊക്കെ അവസരങ്ങൾ തരുന്നതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ 13-ാം അധ്യായത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. 1-ാം മിഷണറി യാത്ര 13-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ 14-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വരെ 1-ാം മിഷണറി യാത്രയാണ്. ആ മിഷനെ നയിക്കുന്നത് നമുക്കറിയാം. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും എല്ലാം ഒരുമിച്ചിരുന്ന് ആ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയും പൗലോസിനെയും ബർന്നബാസിനെയും താൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കണമെന്ന് ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അവർ വീണ്ടും ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ രണ്ടുപേരെയും ദൈവാത്മാവ് പറഞ്ഞ ഈ രണ്ടുപേരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതായിട്ടാണ് 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ കൈവച്ച് അവരെ പറഞ്ഞയക്കുന്നു ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക്, ഒരു മിഷൻ ഫീൽഡിലേക്ക്. ഈ ബർന്നബാസും പൗലോസും അവരെ സഹായിക്കുവാൻ വേണ്ടി യോഹന്നാൻ എന്ന് പറയുന്ന യെരുശലേമിൽ നിന്ന് വന്ന സഹായി കൂടെ കടന്നുപോകുന്നതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അവരുടെ മിഷൻ യാത്ര 13-ാം അധ്യായം 4-ാം വാക്യം മുതൽ 14-ാം അധ്യായം 28-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ കഴിയും. ആ മിഷന്റെ ആദ്യ ഭാഗത്ത് ലീഡറായിട്ട് നിൽക്കുന്നത് ബർന്നബാസാണ്. ആ ടീം എന്ന് പറയുന്നത് പൗലോസുണ്ട്, ബർന്നബാസുണ്ട്, സഹായിയായിട്ട് യോഹന്നാനുണ്ട്. ഇവിടെ മിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കടന്നു ചെല്ലുന്നിടത്ത് പള്ളിയിൽ ചെല്ലുക, ദൈവവചനം ആദ്യം അവരോട് അറിയിക്കുക. പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് സിനഗോഗാണ്. എന്തുകൊണ്ടാണ് അവർ പള്ളിയിൽ ചെല്ലുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കാണുന്ന ആ മിഷൻ ഫീൽഡ് എല്ലാം കാണുന്നത് അവർ കടന്നു ചെല്ലുന്നിടത്തെല്ലാം അവർ പള്ളിയിൽ ചെല്ലുന്നുണ്ട്. പള്ളിയിൽ ചെന്ന് അല്ലെങ്കിൽ സിനഗോഗിൽ ചെന്ന് അവർ ദൈവത്തിന്റെ വചനം അറിയിക്കുന്നു. കാരണം സിനഗോഗിൽ ചെല്ലുമ്പോൾ യഹൂദന്മാരെ നേരിട്ട് ബന്ധപ്പെടുവാൻ പൗലോസിന് കഴിയും. അത് മാത്രമല്ല 3 തരത്തിലുള്ള ആളുകൾ സിനഗോഗിലുണ്ട്. ഒന്ന്, പാരമ്പര്യമായി യഹൂദനായി ജനിച്ചു വളർത്തപ്പെട്ടവർ സിനഗോഗിൽ കടന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല ജാതീയ സമൂഹത്തിൽ നിന്ന് ജാതീയ ആചാരങ്ങളെ വിട്ട് യഹൂദന്റെ പരിശോധനയേറ്റ് യഹൂദ മതസാന്നിധ്യായ യഹൂദ മതം സ്വീകരിച്ചവര് അതിനകത്തുണ്ട്. മൂന്നാമത്തേത്, ജാതീയ ആചാരം വിട്ടെങ്കിലും പരിശോധന ഏൽക്കാതെ ദൈവഭക്തന്മാരായി, ദൈവ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന്മാരായി മാറിയവരുമുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ആളുകൾ ഈ സിനഗോഗിൽ വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് പൗലോസ് ഈ മിഷൻ ഫീൽഡിലെ കടന്നു ചെല്ലുമ്പോൾ മെയിൻ അവരുടെ ഉദ്ദേശമായിട്ട് കണ്ട് അവരോടാണ് ദൈവത്തിന്റെ വചനം ആദ്യം സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പൗലോസിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ആ സംബോധന കാണുമ്പോൾ തന്നെ നമുക്കറിയാം. 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് സംബോധന ചെയ്തത് തന്നെ എങ്ങനെയാണ്? ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായവരെ കേൾക്കുവിൻ. അപ്പോൾ ഇസ്രായേലായിട്ട് ജനിച്ച് ഇസ്രായേൽ പുരുഷന്മാരുണ്ട്, യഹൂദന്മാരായി ജനിച്ചു വളർത്തപ്പെട്ടവരുണ്ട്, ദൈവഭക്തന്മാരായവരുണ്ട്. അതിന്റെ 16-ാം വാക്യം മാത്രമല്ല 26-ാം വാക്യത്തിനകത്ത് വീണ്ടും കൊടുത്തിരിക്കുന്നു, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായവരെ. ശ്രദ്ധിക്കണമേ. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചു വളർത്തപ്പെട്ടവരുണ്ട്, ജനിച്ചു വന്നവരുണ്ട്, അതോട് ചേർന്ന് വന്ന ജാതികളുമുണ്ട്, യഹൂദ ഭക്തന്മാരായിട്ട് വന്നവരുമുണ്ട്. 37-ാം വാക്യത്തിൽ വീണ്ടും അദ്ദേഹം സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ സംബോധന ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിലെ ഈ 3 തരത്തിലുള്ള ആളുകളും സിനഗോഗുകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഉള്ളതുകൊണ്ടാണ് ഇവർ മിഷനായിട്ട് കടന്നു പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് ആദ്യം അവർ പള്ളികളിൽ കടന്നു പോകുന്നത്.
അങ്ങനെ ഒന്നാമത്തെ മിഷൻ ഫീൽഡ് ആരംഭിക്കുന്നത് സെലൂക്കിയ എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് അവർ കപ്പൽ കയറുന്നു. കുപ്രോസ് ദ്വീപിലൂടെ അവർ ഒന്നാമത്തെ മിഷൻ ഫീൽഡായ സലമീസിൽ ചെല്ലുന്നു. ഒന്നാമത്തെ മിഷൻ ഫീൽഡ് സലമീസാണ്. ആ സലമീസിൽ ചെന്നു, അവർ തെരുവുകൾ ചെന്നു, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. രണ്ടാമത് അവിടുന്ന് പുറപ്പെട്ട് 900 മൈൽ അപ്പുറമുള്ള പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ചെല്ലുന്നു. അവിടെ തെരുവുകൾ ചെല്ലുന്നതിന് മുൻപ് അവിടെ ഒരു സംഭവം നടക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചതാണ്. അവിടുത്തെ ശതാധിപനായ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു മന്ത്രവാദി, അദ്ദേഹത്തിന്റെ പേര് എലിമസ് എന്നാണ്. ബറിയേശു എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മനുഷ്യൻ വലിയൊരു മന്ത്രവാദിയാണ്. ഈ ദേശാധിപതിക്ക് ഈ പൗലോസിന്റെ ദൈവവചനം കേൾക്കണമെന്നുള്ള ആഗ്രഹം വരികയും അവരെ വിളിപ്പിച്ച് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുകയും പൗലോസ് അവിടെ ദൈവവചനം പറയുകയും ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതിയുടെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യൻ ബറിയേശു എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദിക്ക് ഈ വചനം പൗലോസ് സംസാരിക്കുന്നതിനോട് താല്പര്യമില്ലാതെ അതിനെ എതിർക്കുന്നു, വചനത്തോട് എതിർക്കുന്നു. ഈ സെർഗ്യോസ് പൗലോസുള്ള വിശ്വാസം, വചനത്തോടുള്ള വിശ്വാസം കെടുത്തിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്നു. ഇത് ആത്മപൂർണനായ പൗലോസ് മനസ്സിലാക്കിക്കൊണ്ട് ആത്മപൂർണനായി അവനെ ശാസിക്കുകയും അവൻ നിമിഷം ഒരു ആത്മീയ പോരാട്ടം, ഒരു വാർ പ്രയർ ഒരു യുദ്ധം അവിടെ നടക്കുകയും ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൈശാചി ശക്തിയുമായിട്ട് ദൈവാത്മാവ് നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ ബറിയേശുവിനെ ശാസിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതും അവിടെ ഒരു അത്ഭുതം ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ. അങ്ങനെ ദേശാധിപതിയായിരിക്കുന്ന സെർഗ്യോസ് പൗലോസ് ദൈവവചനത്തിലും വിശ്വസിക്കുകയാണ്. കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്, അത് പ്രവഹിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സെർഗ്യോസ് പൗലോസ് അവിടെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയും. അതിനുശേഷം അവർ അവിടുന്ന് പുറപ്പെടുക. അവിടുന്ന് പുറപ്പെട്ട് പെർഗ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ പെർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെത്തി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞ ഈ പാംഫോസിൽ വെച്ച് നടന്ന ഈ ആത്മീയ പോരാട്ടം അതൊരു വലിയ വിഷയമായി. അവിടെ വെച്ച് തന്നെ ഈ ലീഡർഷിപ്പിനൊരു ചേഞ്ച് വരികയാണ്. അതുവരെ ലീഡറായിട്ടിരുന്നത് ബർന്നബാസ് ആണെങ്കിലും അവിടെ വെച്ച് ലീഡർഷിപ്പ് പൗലോസിന് കടന്നു വരുന്നു. ബർന്നബാസ് സന്തോഷത്തോടെ ആ ലീഡറെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ പെർഗയിൽ മൂന്നാമത്തെ മിഷൻ ഫീൽഡായ പെർഗയിൽ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. അതുവരെ സഹായിയായിട്ട് നിന്ന യോഹന്നാൻ പെട്ടെന്ന് മടങ്ങി യെരൂശലേമിലേക്ക് പോവുക. അതിനുള്ള കാരണങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ വ്യക്തമാകാൻ കഴിയുന്ന കാര്യമുണ്ട്. ബർന്നബാസിന്റെ മച്ചുനനാണ്, സഹോദരപുത്രനാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതുവരെ ലീഡറായിരുന്നത് ബർന്നബാസ് ആയിരുന്നു. ആ ബർന്നബാസ് എന്ന ബന്ധുക്കാരനാണ് ലീഡറായിട്ടുള്ളത്. എന്നാൽ അവിടെ വെച്ച് പാംഫോസിൽ വെച്ച് പൗലോസ് ലീഡറായപ്പോൾ അതിൽ ഇച്ചിരി വിഷമമുള്ളതുകൊണ്ടായിരിക്കാം യോഹന്നാൻ മടങ്ങിപ്പോകുന്നു. ഒന്നാമത് അങ്ങനെ ചിന്തിക്കാം. രണ്ടാമത് ഇറങ്ങിയപ്പോൾ ഒരു മിഷൻ ഫീൽഡിൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഒരു സഹായിയായിട്ട് യോഹന്നാൻ ഇറങ്ങിയത്. കാരണം ബാക്കി രണ്ടുപേരെയാണ്, പൗലോസിനെയും ബർന്നബാസിനെയുമാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് നിയോഗിച്ച് പ്രാർത്ഥിച്ചയച്ചത്. യോഹന്നാൻ ഒരു സഹായിയായിട്ട് വരികയാണ്. ഈ ആത്മീയ പോരാട്ടമൊക്കെ കണ്ട് ഒരു പക്ഷേ ഭയപ്പെട്ടായിരിക്കാം അദ്ദേഹം തിരിച്ച് യെരൂശലേമിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പിന്നീടുള്ള യാത്ര, ഈ മിഷൻ ടീം എന്ന് പറയുന്നത് പൗലോസും ബർന്നബാസും മാത്രമാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പെർഗയിൽ അവരെ സിനഗോഗിൽ ചെന്ന് സുവിശേഷം അറിയിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. പെർഗയിൽ ചെന്ന് മൂന്നാമത്തെ മിഷൻ ഫീൽഡായ പെർഗയിൽ ചെന്നു പെട്ടെന്ന് അവിടെ വിടുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അതിൽ ചരിത്രകാരന്മാർ പറയുന്നത് അവിടെ നിൽക്കാൻ കഴിയാത്ത ശാരീരികമായ ചില പ്രയാസങ്ങൾ പൗലോസിന് ഉണ്ടായി എന്നാണ്. എന്നാൽ അവിടെ സിനഗോഗിൽ ചെന്നോ അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചില്ല എങ്കിലും മടങ്ങി വരുമ്പോൾ 14-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. മടങ്ങി അവർ വീണ്ടും വരുമ്പോൾ ഇതേ പെർഗയിൽ വന്ന് ഈ പള്ളിയിൽ കടന്നുപോയി സുവിശേഷം അറിയിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. അവർ പിസീദിയിൽ കടന്ന് പാംഫുലിയെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തല്യയിലേക്ക് പോയി. നോക്കിയാട്ടെ, ആദ്യ സമയത്ത് അങ്ങോട്ട് പോയപ്പോൾ അവർ പെർഗയിൽ ചെന്നെങ്കിലും അവിടെ പ്രസംഗിച്ചില്ല, എന്തോ സാഹചര്യത്തിൽ പ്രസംഗിച്ചില്ല. എന്നാൽ മടങ്ങി വരുമ്പോൾ ആ പെർഗയിൽ ചെന്ന് അവിടെ ചെന്ന് പ്രസംഗിച്ച ശേഷമാണ് അവർ മടങ്ങിപ്പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്ന് ആ പെർഗയിൽ അവർ നേരെ പോയത് പിസീദിയിലുള്ള അന്തോക്കിയാണ്. അപ്പോൾ 4-ാമത്തെ മിഷൻ ഫീൽഡ് പിസീദിയിലുള്ള അന്തോക്കിയ. അപ്പൊ ശ്രദ്ധിക്കണമേ, 1-ാമത്തെ മിഷൻ ഫീൽഡ് സലമീസ് ആണ്, 2-ാമത്തേത് പാംഫോസ് ആണ്, 3-ാമത്തേത് പെർഗയാണ്, 4-ാമത്തേത് പിസീദിയിലുള്ള അന്തോക്കിയിലാണ്. ആ പിസീദിയിലുള്ള അന്തോക്കിയിൽ അവർ ദേവാലയത്തിൽ കടന്നു ചെന്നു. അവരവിടെ ചെന്നപ്പോൾ ഇവരുടെ വസ്ത്രധാരണത്താലും ഒക്കെ അവർ ഒരു സാധാരണ യഹൂദന്മാരെക്കാൾ ഒരു റബ്ബിയുടെ വേഷമാണ് പൗലോസിന്റേത്. അത് അവിടുത്തെ യഹൂദന്മാർക്ക് അത് സന്തോഷകരമായി തോന്നുകയും ഈ യഹൂദന്മാർ ആ പള്ളിയിൽ ഉണ്ടായിരുന്നവര് പൗലോസിനെ പ്രസംഗിക്കുവാൻ ക്ഷണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും.
ആ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 15-ാം വാക്യത്തിലേക്ക് 11-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം സംസാരിക്കുവാൻ അവരെ വിളിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയും. ന്യായപ്രമാണവും പ്രവചനങ്ങളും വായിച്ചു തുറന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറയുവരെന്ന് പറയിച്ചു. ആ സമയം തക്കത്തിന് പൗലോസ് ഉപയോഗിക്കുകയാണ്. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ദൈവത്തിലെ ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ ഏതു സമയത്തും ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വെളിപ്പെടുന്നത്. ഏതു സമയത്താണ് ദൈവനാമത്തെ ഉയർത്തുവാൻ അവസരം ലഭിക്കുന്നത്, ഏത് സമയത്താണ് ദൈവവചനം പറയുവാൻ അവസരം ലഭിക്കുന്നത്, അത് ലഭിച്ചിട്ട് അത് ശരിയാക്കുവാനല്ല, ലഭിച്ചിട്ട് അത് തയ്യാറാക്കുവാനല്ല, തയ്യാറാക്കി കടന്നു പോകണം. ലഭിക്കുന്ന അവസരത്തിൽ അത് വെളിപ്പെടുത്തുവാൻ ഒരു ദൈവവചനം തയ്യാറാകണം. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദൈവദാസൻ എന്ന് പറയുന്നവൻ സമയത്തും അസമയത്തും എല്ലാം ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്തും ഒരു ദൈവവചനം പറയുവാൻ, മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാൻ, ദൈവത്തെ കുറിച്ച് പറയുവാൻ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പിന്നീട് അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ആ പള്ളിയിൽ അവർ കടന്നു ചെന്നു. ദൈവവചനം സംസാരിക്കുവാൻ ആ പള്ളിയിലുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തയ്യാറാക്കിയില്ല, ഞാൻ അതിനുള്ള ക്രമീകരണത്തോടെ അല്ല വന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. എന്നാൽ പൗലോസ് വളരെ ബുദ്ധിപരമായിട്ട് ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം നമ്മൾ വായിച്ചാൽ 16-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. പൗലോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. ഈ വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 19 പ്രസംഗമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. പത്രോസ് 8 പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, പൗലോസ് 9 പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, സ്തെഫാനോസ് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, യേശുവിന്റെ സഹോദരനായ യാക്കോബ് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ 19 പ്രസംഗമുള്ളതിൽ പൗലോസിന്റെ ആദ്യത്തെ പ്രസംഗം നടക്കുന്നത് ഈ പിസീദിയിലെ അന്ത്യോക്യയിലാണ്. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ഈ പത്രോസിന്റെ പ്രസംഗമായാലും സ്തെഫാനോസിന്റെ പ്രസംഗമായാലും പൗലോസിന്റെ പ്രസംഗമായാലും നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ, നമ്മൾ പിന്നീട് ഓരോ പ്രസംഗം എടുത്ത് പഠിക്കുന്നുണ്ട്, എന്നാൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകുന്നത്, അബ്രഹാമിനെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹൂദന് അറിയാവുന്ന അവരുടെ പിതാക്കന്മാരുടെ ചരിത്രം തുടങ്ങിയാണ് യേശുക്രിസ്തുവിൽ അവർ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ വെളിപ്പെട്ട യേശുവിലാണ് അവർ അവസാനിപ്പിക്കുന്നത്. ന്യായപ്രമാണത്തിൽ തുടങ്ങി ന്യായപ്രമാണത്തിന്റെ പൂർത്തീകർത്താവായ യേശുക്രിസ്തുവിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. വളരെ വിശദമായിട്ട് മുൻപിലിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരവന്റെ പിതാക്കന്മാരുടെ ചരിത്രം നന്നായി അറിയാവുന്നവരാണ്. അവരെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്നവരാണ്. ന്യായപ്രമാണത്തെ കുറിച്ച് നന്നായി അറിയാവുന്നവരാണ്. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവത്തെ കുറിച്ച് നന്നായി അറിയാവുന്നതാണ്. ആ അനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അവർക്കറിയാമെങ്കിലും തിരിച്ചറിയാൻ കഴിയാതെ പോയി യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ ഒരു പ്രസംഗ ശൈലിയാണ് ഈ അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും സ്തെഫാനോസും പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെയും ഈ പ്രസംഗത്തെ 16 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 11-ാം അധ്യായം 16-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ കാണുന്ന ആ പ്രസംഗത്തെ 3 ഘട്ടങ്ങളാക്കി നമുക്ക് മാറ്റിയെടുത്ത് പഠിക്കുവാൻ കഴിയും. 16-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ 450 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. 400 വർഷത്തെ അടിമനുഖത്തിലെ ജീവിതം, 40 വർഷത്തെ മോശ മുഖാന്തരം നടത്തിയ മരുഭൂമി യാത്ര, അതിനുശേഷം വാഗ്ദത്ത കനാനാട്ടിൽ ചെന്ന 10 വർഷത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ, അടിമനുഖത്തിലെ ഫറവോന്റെ കീഴിലെ അടിമനുഖത്തിലെ വാസം 40 വർഷത്തെ മോശ മുഖാന്തരമുള്ള മരുഭൂമി യാത്ര, അതിനുശേഷം വെളിപ്പെടുന്ന പ്രവാചകന്മാര്, ന്യായാധിപന്മാര്, രാജാക്കന്മാര്, അത് പറഞ്ഞ ശേഷം പുതിയ നിയമത്തിലേക്ക് വന്ന് യോഹന്നാൻ സ്നാപകനിലേക്ക് വന്നിട്ട് ആ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാശുമക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന അനുഭവം വരെയാണ് 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. 26 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാവുന്നതും പക്ഷെ നിങ്ങൾ സ്വീകരിക്കാത്തതുമായ, തിരിച്ചറിയാത്തതുമായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 16 മുതൽ 26 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം 38 മുതൽ 41 വരെ വളരെ ശക്തമായ രീതിയിൽ വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിലൂടെയാണ് പാപമോചനവും, യേശുക്രിസ്തുവിലൂടെയാണ് നീതീകരണവും എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് പൗലോസിന്റെ 1-ാമത്തെ പ്രസംഗം
16 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 42 മുതൽ 52 വരെ ആ പ്രസംഗത്തിന്റെ പ്രതികരണമാണ്. പ്രസംഗത്തോട് കേട്ടുനിന്നവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് 42 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങൾ കാണുന്നത്. ദൈവത്തിന് വളരെ മനോഹരമായി, വളരെ ആഴമായിട്ട് ആ ദൈവദാസൻ ലഭിച്ച അവസരം, ആ പ്രസിദ്ധിയിലൂടെ അന്ത്യോക്യയിൽ വെച്ച് തനിക്ക് ലഭിച്ച ഒരു അവസരം ശക്തമായ രീതിയിൽ, ആഴമായ രീതിയിൽ ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് താൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു, താൻ എങ്ങനെയാണ് ഈ കർത്താവിനെ അറിഞ്ഞത്, താനിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങൾ, കഴിഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പാമ്പോസിൽ നടന്ന ആ പൈശാചിക ശക്തിയോടുള്ള പോരാട്ടം, ബർയേശു എന്ന മന്ത്രവാദിയെ നിങ്ങൾക്ക് അറിയത്തില്ലേ, എലിമസ് എന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ, അവന് കണ്ണിനിപ്പോൾ കാഴ്ചയില്ല, അത് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് എന്ന് പറയുന്ന സ്വയം പുകഴ്ത്തലുകളൊന്നും വെളിപ്പെടുത്താതെ, സാക്ഷികളൊന്നും വെളിപ്പെടുത്താതെ കിട്ടിയ അവസരം ആ ബുദ്ധിപൂർവം ദൈവവചനത്തെ, അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത യേശുവിനെ അവർക്കറിയാവുന്ന യഹൂദന്റെ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തി അതിലെ പാപമോചനവും നീതീകരണവും അവനിലൂടെയാണ്, അവന്റെ അടുക്കലേക്ക് വന്ന് രക്ഷപ്രാപിക്കുക എന്ന് പറയുന്ന യഥാർത്ഥ വചനത്തിന്റെ കാതലായ അംശം വെളിപ്പെടുത്തുന്ന പൗലോസിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, ഇന്നത്തെ പ്രസംഗങ്ങളും അന്നത്തെ ആ കർത്താവിന്റെ ദാസന്മാരുടെ പ്രസംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, അനവധി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 19 പ്രസംഗം മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് ഒരു ദിവസം തന്നെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ട്രയൽ ലൈനുകൾ നമ്മൾ കേൾക്കും നിരന്തരമായി. ആ 24 hours അതിലീയ മണിക്കൂറുകൾ വ്യത്യാസം വന്നിട്ട് ദിവലാശന്മാർക്ക് അതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ടിവികൾ തുറന്നാൽ അതിനകത്ത് മുഴുവൻ പ്രസംഗമാണ്, എങ്ങോട്ട് നോക്കിയാലും പ്രസംഗങ്ങളാണ്. പക്ഷേ ആ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗവും വെളിപ്പെടുന്നത് എന്താണ്? കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ സ്വയം പ്രശംസ. ഇന്ന് ദൈവസഭയെ വഞ്ചിക്കുന്ന പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് സ്വയം പ്രശംസ, സ്വയം നീതീകരണം, തന്നിലൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ, ആ അടയാളങ്ങളെ കുറിച്ച് സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പാപമോചനവും നീതീകരണവും വെളിപ്പെടുത്തുന്ന അത് തരുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ജനത്തെ ആകർഷിക്കൊള്ളുന്നില്ല, യേശുക്രിസ്തുവിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇന്ന് സൂപ്പർ സ്റ്റാറുകളായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രസംഗക്കാര്. ദൈവത്തിലെ സൂപ്പർ സ്റ്റാർ ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മളെ ഈ പ്രസംഗിക്കുന്നവരും അനുഗമിക്കുന്നവരും എല്ലാം സ്റ്റാറുകളാണ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ പ്രതിനിമത്തിൽ നമ്മൾ കണ്ടു, നക്ഷത്രം യേശുവിന്റെ അടുക്കിലേക്ക് ജനത്തെ കൊണ്ടുപോയി. ആചാര്യന്മാരെ, വിദ്വാൻമാരെ നക്ഷത്രമാണ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയത്. ആ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറായി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ഇതേപോലെ തന്നെ ആ പുതിയ നിമിത്തിൽ നമ്മളെ ദൈവം സ്റ്റാറുകളാക്കി വെച്ചിരിക്കുകയാണ്, വിളക്കുകളാക്കി വെച്ചിരിക്കുകയാണ്, വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. എന്തിന്? ആ സൂര്യ വെളിച്ചമായ, ആളിയ സൂര്യ തേജസ്സായിരിക്കുന്ന, സകലത്തിന്റെ മേലും അധികാരമുള്ള, സകലത്തിലെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായ ആ യേശുക്രിസ്തുവിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ ഇവിടെ പ്രസംഗകരായിരിക്കുന്ന പത്രോസും പൗലോസും ഒക്കെ ആ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രസംഗത്തിലേക്കൊന്ന് വരുമ്പോൾ പഴയ നിയമത്തിലെ വാക്യങ്ങൾ, അവർക്കറിയാവുന്ന പ്രവചന വാക്യങ്ങൾ കോട്ട് ചെയ്തെടുത്ത് പ്രസംഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അനവധി പ്രാവശ്യം അവര് ആ പഴയ നിയമ ഭാഗങ്ങൾ കോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 5 പ്രാവശ്യത്തോളം പഴയ നിയമങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. 33-ാം വാക്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത് അത് സങ്കീർത്തനം 2-ാം അധ്യായം 2-ാം സങ്കീർത്തനം 7-ാം വാക്യമാണ്. 34-ാം വാക്യം പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകം 55:3 35-ാം വാക്യം സങ്കീർത്തനം 16:10 47-ാം വാക്യം യെശയ്യാവ് 49:6 അങ്ങനെ പല വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തെടുത്ത് ദൈവവചനം പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം മുൻപിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ട്, യഹൂദന്മാർക്ക് നന്നായിട്ട് അതിലെ പ്രവചന സൂക്തങ്ങൾ അറിയാം, പ്രവാചകന്മാരുടെ വാക്കുകൾ അറിയാം. അവർക്കറിയാവുന്ന മോശയെ ആണ് പരിചയപ്പെടുത്തുന്നത്, അവർക്കറിയാവുന്ന അബ്രഹാമിനെ പരിചയപ്പെടുത്തുകയാണ്, അവർക്കറിയാവുന്ന മരുഭൂമിയിലെ യാത്രയെ പരിചയപ്പെടുത്തുകയാണ്, അവർക്കറിയാവുന്ന ന്യായാധിപന്മാരെയും അവർക്കറിയാവുന്ന പ്രവാചകന്മാരെയും അവർക്കറിയാവുന്ന രാജാക്കന്മാരെയും, പ്രത്യേകിച്ച് അവരുടെ ആരാധ്യനായ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെ ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തിയ ശേഷമാണ് ആ ദാവീദിന്റെ കുലത്തിൽ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ വീരകഥകൾ പറയുന്ന ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ കുലത്തിൽ പിറന്ന യേശു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു യേശുക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ഒരു ആകർഷണം വരികയാണ്. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് ജാതീയ ശക്തികളുടെ ദേവന്മാരെയൊക്കെ നമ്മൾ നിഷ്കരണം പ്രസംഗത്തിൽ തള്ളിപ്പറയുകയാണ്. തള്ളിപ്പറഞ്ഞിട്ട് അവരാരും ശരിയല്ല, അവര് തെറ്റാണ്, അത് ഭൂതങ്ങളാണെന്ന് പരസ്യമായി പ്രസംഗിച്ച ശേഷം യേശുക്രിസ്തുവിനെ പറയുകയാണ്. മുമ്പിലിരിക്കുന്ന ജാതികൾ ഇത് കേട്ട് അവർ
ക്രൂശിക്കുകയാണ്, അവർക്ക് ദേഷ്യം വരികയാണ്. കാര്യമെന്താ? അവർ അതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന, അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നതിനെ തെറ്റെന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ പറയുകയാണ്. ദൈവവിധലേ, എന്നാൽ പ്രസംഗത്തിന്റെ യഥാർത്ഥ ഒരു ആകർഷണത്വം ഇവിടെ നിങ്ങൾ കണ്ടോ? മുൻപിലിരിക്കുന്ന യഹൂദന് നന്നായിട്ട് അറിയാവുന്ന, അവർ സ്നേഹിക്കുന്ന, അവർ വലിയൊന്നുകൾ പറയുന്ന, അവർ വിശ്വസിക്കുന്ന അവരുടെ പിതാക്കന്മാരെ, അവരുടെ രാജാക്കന്മാരെ, അവരുടെ ന്യായാധിപന്മാരെ, അവരുടെ പ്രവാചകന്മാരെ തെറ്റെന്ന് പറയാതെ അവരിലൂടെ കൊണ്ടുവന്ന് ദാവീദിന്റെ കുലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്ന് പറഞ്ഞ് ദാവീദിന് വംശാലി പറഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് വരികയാണ്. ഇതില് മറ്റൊരാളെ താഴ്ത്തിയിട്ട് നമുക്ക് യേശുവിനെ ഉയർത്തേണ്ട കാര്യമില്ല. നീ നിന്റെ പ്രസംഗത്തിലൂടെ യേശുവിനെ ഉയർത്തിയാൽ ബാക്കിയെല്ലാം താഴെ പോകും. വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് യേശുവിനെ ഉയർത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഉയർത്തപ്പെടാൻ കഴിയില്ല. ഞാനും നിങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവത്തെ യേശുക്രിസ്തുവിനെ ഉയർത്തുവാനാണ്. ഏറ്റവും ഉയർന്നിരിക്കുന്ന നാമത്തെ ഉയർത്തുവാനാണ്. ആ നാമത്തെ നമ്മൾ വാസ്തവമായി ഉയർത്തിയാൽ ബാക്കി നാമങ്ങളെല്ലാം അതിന് താഴെ പോകും. മനസ്സിലാകുന്ന യുവാക്കൾക്കായി സ്തോത്രം. എത്രയോ പ്രതികൂലങ്ങൾ കേരളത്തിൽ അനേക ദൈവദാസന്മാർക്ക്, കേരളത്തിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലൊക്കെ വരാൻ കാരണം ചില ദൈവദാസന്മാരുടെ അറിവില്ലാത്ത പ്രസംഗങ്ങളാണ്. ഹൈന്ദവ ദൈവന്മാരെ വല്ലാത്ത നികൃഷ്ടമായി അപമാനിച്ച ശേഷം നമ്മൾ യേശുവിനെ ഉയർത്തുകയാണ്. അതവരെ പ്രകോപിതരാക്കുന്നു. അത് നന്നായി ദൈവവേല ചെയ്യുന്നവർക്ക് പോലും പ്രതികൂലമായി മാറുന്നു. ദൈവമക്കളെ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. നമുക്ക് മറ്റൊരുവനെ താഴ്ത്തേണ്ട കാര്യമില്ല. നമ്മുടെ യേശുവിനെ ഉയർത്തിയാൽ മാത്രം മതി. നമ്മുടെ യേശുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് താഴെ പോകും. ഇവിടെ അപ്പോസ്തലന്മാരുടെ ശൈലി അതാണ്. അവർ ദാവീദിനെ കുറ്റം പറഞ്ഞില്ല, അവർ അബ്രഹാമിനെ കുറ്റം പറഞ്ഞില്ല, അവർ ന്യായാധിപന്മാരെ കുറ്റം പറഞ്ഞില്ല, ന്യായപ്രമാണത്തെ കുറ്റം പറഞ്ഞില്ല. പക്ഷെ ന്യായപ്രമാണത്തിന് നിവർത്തിക്കാൻ കഴിയാത്തത് യേശുവിനെ സാധിച്ചു എന്നവർ പറയുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? ആ പഴയ പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും എല്ലാം പറഞ്ഞ് അവരെ നടത്തിയ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ആ വിധങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ടാണ് ഇവിടെ ന്യായപ്രമാണത്തിന് കഴിയാത്തത് യേശുക്രിസ്തുവിന് കഴിഞ്ഞു. ന്യായപ്രമാണത്തിന് ഒരു മനുഷ്യന് നീതീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല, പാപക്ഷമ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങൾ വിശ്വസിക്കാതെ ഘോഷിച്ച യേശുക്രിസ്തുവിന് ആ നീതീകരണം കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന, അതെന്റെ ജീവിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പൗലോസിന്റെ പ്രസംഗമാണ് ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ശ്രദ്ധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ 16-ാം വാക്യം, പൗലോസ് എഴുന്നേറ്റ് ആജ്ഞയും കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായവരെ കേൾക്കുവിൻ. അപ്പൊ ആ സമൂഹത്തെ നോക്കിയിട്ട് മുൻപിൽ ഇരിക്കുന്നവരെ ഐഡന്റിഫൈ ചെയ്തു. അവരെ പരിചയപ്പെടുകയാണ്, അവരെ സംബോധന ചെയ്യുകയാണ്. ആരെയും ഒഴിവാക്കിയില്ല. യഹോവ അവർ കൊടുത്തിരിക്കുന്ന 2 പദങ്ങൾ ശ്രദ്ധിച്ചു. ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി യഹൂദനായി ജനിച്ചു വളർത്തപ്പെട്ടവരും ജാതിയിൽ നിന്ന് യഹൂദ പശ്ചാത്തലത്തിലേക്ക് വന്നവരുമായുള്ളവരെ, ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ടുള്ള ദൈവഭക്തന്മാരുമായവരെ കേൾക്കുവിൻ. എന്നിട്ട് പറയുന്നത്, ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. എത്ര മനോഹരമായിട്ടാണ് ആ സ്റ്റാർട്ടിംഗ് ഉണ്ടോ? അവർ ഇസ്രായേലാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് മുമ്പിലിരിക്കുന്നവർ. അവിടെ പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. കണ്ടോ? അതിൽ അദ്ദേഹവും കൂടെ ചേരുകയാണ്. തെരഞ്ഞെടുത്തു. അവിടെ ശ്രദ്ധിക്കണം. മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവിടെ നിന്നും പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 വർഷത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിന് 7 കണ്ടു. അവിടെ പ്രസംഗം ആരംഭിക്കുകയാ. യഹൂദന്റെ ഒരു ചിന്തയുണ്ട്, ആലയത്തിലാണ് ദൈവം, ആലയത്തിലാണ് ദൈവ സാന്നിധ്യം. അവർക്ക് യഹൂദന് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം എന്നുള്ളതാ. യെരുശലേം ദേവാലയം വിട്ടൊരു പ്രവൃത്തിയില്ല. യെരുശലേം ദേവാലയം അവന്റെ ഉത്സവങ്ങൾ, അവന്റെ ആഘോഷങ്ങൾ, അവന്റെ യാഗങ്ങളൊക്കെ വലിയ വിഷയമാണ്. യഹൂദനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിഷയമാണത്. യഹൂദന് പറയാൻ പറ്റുന്ന ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട്. അബ്രഹാം ഞങ്ങളുടെ പിതാവ്, നമുക്കാർക്കും പറയാൻ പറ്റില്ല. മോശ ഞങ്ങളുടെ നേതാവ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ന്യായപ്രമാണം ദൈവം ഞങ്ങൾക്കാണ് വന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ദൈവം ഞങ്ങളുടെ ദൈവമായിരുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി പാരമ്പര്യം പറയുന്നവരാണ്. ദേവാലയം ഞങ്ങളുടേതാണ്, ദൈവത്തിന്റെ ആലയം ഞങ്ങൾക്കുള്ളതായിരുന്നു എന്നൊക്കെ ഒത്തിരി പാരമ്പര്യം പറയുന്നവർ, അതിൽ വിശ്വസിക്കുന്നവരാ. ദൈവസ്ഥാനത്ത്
ദൈവമുണ്ട്. ആ ചിന്താഗതിയെ, അവരുടെ വിശ്വാസത്തെ ദൈവം വചനത്തിലൂടെ തിരുത്തുകയാണ്. അവരുടെ നേതാക്കന്മാരുടെ ചരിത്രത്തിലൂടെ തിരുത്തുകയാണ്. അവർ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന അവരുടെ പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ തിരുത്തുകയാണ്. അതെങ്ങനെയാണ്? അവിടെ പറയുന്നത് നിങ്ങൾ കണ്ടോ? അബ്രഹാമിനെ തുടങ്ങുകയാണ്. അബ്രഹാം വിളികെട്ടിറങ്ങിയവന്റെ കൂടെയായിരുന്നു ദൈവം എന്ന് തെളിയിക്കുന്നു. ആലയത്തിനകത്ത് മാത്രമല്ല, യഹൂദൻ വിശ്വസിക്കുന്ന ആലയത്തിനകത്ത് മാത്രമല്ല, ദൈവത്തിന്റെ വിളികെട്ട് അനുസരിക്കുന്ന അബ്രഹാമിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ആ ദൈവം അവനെ വർദ്ധിപ്പിച്ചു, സന്താന സമ്പന്നരായി വർദ്ധിപ്പിച്ച് പെരുകിയെന്ന് ആദ്യ ഭാഗങ്ങളിൽ പ്രസംഗിക്കുക. പതുക്കെ അവന്റെ ആ ധാരണയെ തിരുത്തുകയാ. ആലയത്തിൽ മാത്രം ദൈവമെന്നുള്ള ആ ചിന്താഗതിയെ പതുക്കെ തിരുത്തുക. അവന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് തന്നെ തിരുത്തുക. അബ്രഹാം എന്ന് പറയുന്നവൻ ദൈവത്തിന്റെ വിളികെട്ടിറങ്ങി. ആ ഇറങ്ങിയ നാൾ മുതൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആലയത്തിനകത്ത് മാത്രമല്ല, വിളികെട്ടിറങ്ങുന്ന ദൈവമക്കളുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിച്ചു. അതിനുശേഷം മോശയെ വെളിപ്പെടുത്തി. മോശയെ ദൈവം വെളിപ്പെടുത്തിയിട്ട് നോക്കിയിട്ട് ആലയത്തിൽ മാത്രമല്ല, പർവ്വതത്തിലും ദൈവമുണ്ടായിരുന്നു, മരുഭൂമിയിൽ ദൈവമുണ്ടായിരുന്നു, ആരാധിക്കാൻ ഇറങ്ങിയവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു തെളിയിച്ചു. മനസ്സിലാക്കണം, മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവം അവരുടെ മുൻപാകെ നടന്നു. അപ്പോൾ ഈ ദൈവമക്കളെ ആലയത്തിൽ മാത്രമല്ല, ആരാധിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് അവരുടെ നേതാവായിരുന്ന മോശയുടെ ജീവചരിത്രത്തിലൂടെ, അല്ലെങ്കിൽ മരുഭൂമിയിലെ സഭയുടെ ചരിത്രത്തിലൂടെ തെളിയിക്കുകയാ. ഒന്നും എതിര് പറയാൻ കഴിയത്തില്ല. കാരണം എന്താ? അബ്രഹാമിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ സന്താന സമ്പന്നരായി പെരുകി വർദ്ധിച്ച് ഒരു മഹാജനസമൂഹമായി മാറിയത്. മോശയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോയത്. അതിനുശേഷം ന്യായാധിപന്മാരുടെ കാര്യം പറയുന്നു, പ്രവാചകന്മാരുടെ കാര്യം പറയുന്നു, രാജാക്കന്മാരുടെ കാര്യം പറയുന്നു. നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാജാവായ ദാവീദിനെ അവസാനം എടുക്കുകയാണ്. ആ ദാവീദിന്റെ കാലത്ത് പെട്ടകത്തിന് മുൻപിൽ പെട്ടകം എവിടെ കാണുന്നോ അവിടെ നൃത്തം ചെയ്യുന്ന ദാവീദിനെ അവർക്ക് വരച്ചു കാട്ടുകയാണ്. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം ആരാധനയുണ്ട്. ആരാധിക്കുവാൻ താല്പര്യമുള്ളവന്റെ കൂടെ ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. കാട്ടിലും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അഭിഷേകമുള്ളവന്റെ കൂടെ. പട്ടണത്തിലും ദൈവവന്റെ കൂടെ, കൊട്ടാരത്തിലും ദൈവവന്റെ കൂടെ. ദൈവത്തിലെ നോക്കിയിട്ട് പതുക്കെ അവർ പഠിച്ചു വെച്ചിരുന്ന, അവർ വിശ്വസിച്ചു വെച്ചിരുന്ന ദേവാലയത്തിലാണ് ദൈവം എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിനെ അവർ പതുക്കെ പ്രസംഗത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെ അതിനെ തിരുത്തി കൊണ്ടുവന്നു. എന്നിട്ട് അവസാനം പറയുകയാണ്, ദാവീദ് കഴിഞ്ഞു, ആ കുലത്തിലാണ് എന്ന് പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കാൻ വരുമ്പോൾ പറയുന്നു, പുതിയ നിങ്ങൾക്കറിയാമല്ലോ, സക്രിയ പുരോഹിതന്റെ മകനായി, എലിസബത്തിന്റെ മകനായി ജനിച്ച ഒരു പുരോഹിതനാകേണ്ട യോഹന്നാൻ സ്നാപകൻ അവർക്കറിയാവുന്നയാളാണ്. ദേവാലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യേണ്ടവൻ ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു. എന്താണ് മരുഭൂമിയിൽ? ദൈവത്തിന് വഴിയൊരുക്കുവാൻ വന്നവൻ, ദൈവം അയച്ചിട്ട് വന്നവൻ എന്ന് പറയുന്നവൻ. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവശബ്ദമായിട്ട് യഹൂദന് നന്നായി അറിയാവുന്ന ഒരാളാണ് യോഹന്നാൻ സ്നാപകൻ. മുഖം നോക്കാതെ ദൈവവചനം വിളിച്ചു പറഞ്ഞു, ക്രമീകരണത്തിന്റെ ദൂത് വിളിച്ചു പറഞ്ഞു, മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വ്യക്തി യോഹന്നാൻ സ്നാപകനാണ് മാനസാന്തരം വിളിച്ചു പറഞ്ഞത്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുൻപിൽ വരുന്ന പട്ടാളക്കാരോട് അതിക്രമം ചെയ്യരുതെന്നും ചിങ്കക്കാരോട് അധികം പിരിക്കരുതെന്നും ധനാഠ്യന്മാരോട് രണ്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നും മുഖം നോക്കാതെ എല്ലാ തലത്തിലുമുള്ളവരോട് ദൂത് പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ അവർക്കറിയാം. ആ യോഹന്നാൻ സ്നാപകന്റെ അരികിലേക്ക് ഈ പ്രസംഗത്തെ കൊണ്ടുവരികയാണ്. ദൈവക്കളി എവിടെ തുടങ്ങിയത്? അബ്രഹാം വിളികെട്ടിറങ്ങി അബ്രഹാമിൽ തുടങ്ങി, അവരുടെ പിതാവായ അബ്രഹാമിൽ തുടങ്ങി. ദൈവവും അവരോടുകൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം അടിമലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അയച്ച മോശ ആരാധനയ്ക്കായി വിളിച്ചിറക്കപ്പെട്ട ദൈവജനങ്ങളുടെ കൂടെ 40 വർഷം മരുഭൂമിയിൽ ദൈവം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ ദൈവപ്രവർത്തി വെളിപ്പെട്ട ചരിത്രം പറഞ്ഞു. ദാവീദിന് മുൻപിൽ കൊണ്ടുവന്നു ആരാധിക്കുന്നവന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് തെളിയിച്ചു. അതിനുശേഷം ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകനിലൂടെ ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. ഒന്നാം ഘട്ടം അവിടെ അവസാനിപ്പിക്കുക.
ദൈവത്തിന് എന്ത് നിരനിര എന്ത് ലൈനായിട്ടാണ് ആ കാര്യങ്ങൾ പൗലോസ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ആ ഭാഗത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ വാക്യങ്ങൾ എടുത്തു വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം അവസാനം പറയുന്നൊരു ഭാഗമുണ്ട്. സങ്കീർത്തനമൊക്കെ എടുത്ത് അദ്ദേഹം പറയുന്നു, ദൈവം ഇതിലെ ദാവീദിനെ നിങ്ങൾക്കറിയാം, പ്രവാചകന്മാരെ നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു അബ്രഹാമിനെയും മോശയെ നിങ്ങൾക്കറിയാം. പക്ഷെ അവരെല്ലാം മരിച്ചു, അടക്കപ്പെട്ടു, അവരെല്ലാം ദ്രവത്വം കണ്ടു, അവരെല്ലാം ഈ ഭൂമിയോട് ചേർന്നു, വെള്ളമായി മാറിപ്പോയി, അവരുടെ ശരീരം ദ്രവിച്ചു, വെള്ളമായി മാറി. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സങ്കീർത്തനം 2:6 ദൈവത്തിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അവൻ സമ്മതിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധനെ, അല്ലെങ്കിൽ പിതാവായ ദൈവം പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? പ്രവചനവാക്യം എന്താ? എന്റെ മകൻ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ വാക്യങ്ങളൊക്കെ എടുത്താണ് പറയുന്നത്. അവരുടെ നേതാക്കന്മാരെ, അവരുടെ പിതാക്കന്മാരുടെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രം, ന്യായാധിപന്മാരുടെ ചരിത്രം ഒക്കെ പറഞ്ഞ ശേഷം ദൈവം ഉപയോഗിച്ച് അവരെല്ലാം മരിച്ചു, അടക്കപ്പെട്ടു, ഈ ഭൂമിയിൽ ലയിച്ചു ചേർന്നു. എന്നാൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പ്രവചനവാക്യമുണ്ട്, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 2:6 പറയുന്ന ഒരു വാക്യമുണ്ട്, യെശയ്യാവിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല, എന്റെ മകൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണെന്ന് തെളിയിക്കുകയാണ്. ദാവീദിന്റെ കുലത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ ദ്രവത്വം കാണാൻ മനസ്സില്ല. ദൈവം ഇതിനെ അതിനകത്തൂടെ ഒരു ആത്മാവിൽ ബലപ്പെടുത്തുന്ന ഒരു ദൂത് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചാൽ ദൈവം ഇതിൽ നമ്മുടെ ദൈവത്തിന്റെ വാക്കുകൾ അതിന് മാറ്റമില്ലെന്ന് തെളിയിക്കുന്ന ഒരു വാക്കാണ് അത്. സങ്കീർത്തനം 2:6 എന്റെ മകൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവൻ ഉരുകി ഒലിച്ച് ഭൂമിയോട് ചേരുവാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് കാലങ്ങൾക്ക് മുൻപ്, 3600 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനം എഴുതിയപ്പോൾ പ്രവചന ദൂതിൽ എഴുതിയ സങ്കീർത്തനമാണ് 2:6. എന്റെ മകൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിലെ ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തോട് പറയട്ടെ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ലോകത്ത് എന്ത് സംഭവിച്ചാലും നീ ആ ദൈവശബ്ദത്തെ വിശ്വസിക്കണം. കാരണം ദൈവശബ്ദം അത് നിലനിൽക്കുന്നതാണ്, അതിന് മാറ്റമില്ല. ദൈവക്കളെ, ആ വാക്യം എന്താണ്? എന്റെ മകൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പിതാവ് പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിയാട്ടെ. നമ്മൾ ദൈവശബ്ദത്തെക്കാൾ സാഹചര്യത്തെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, അന്തരീക്ഷത്തെ വിശ്വസിക്കുന്നവരാണ്, പ്രകൃതിയെ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് എന്നാൽ മനസ്സിലാക്കണം, ദൈവശബ്ദത്തെ മാറ്റിമറിക്കുവാൻ ഇവർക്കാർക്കും കഴിയില്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു, അവനെ നമ്മൾ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. 3 ദിവസമാകുമ്പോഴത്തേക്ക് ആ ശരീരം ഉരുകാൻ തുടങ്ങും, പഴുത്ത് ഉരുകി ആ ശരീരം മാംസങ്ങളൊക്കെ അടർന്ന് അത് വെള്ളമായി മാറും, അസ്ഥിപഞ്ജരം മാത്രമായി മാറും, അത് ഭൂമിയോട് ലയിക്കും. ഇതാണ് ചരിത്രം, ഇതാണ് ശാസ്ത്രം. എന്നാൽ ശ്രദ്ധിക്കണമേ, അങ്ങനെയാണ് സാധാരണ ശാസ്ത്രം. ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ മരിച്ചാൽ, അവനെ അടക്കം ചെയ്താൽ 3 ദിവസത്തിനുള്ളിൽ ആ ശരീരം പഴുത്ത് ആ ശരീരത്തിൽ മാംസങ്ങൾ അടർന്നു വീണ് അത് വെള്ളമായി മാറും, ഭൂമിയോട് അത് പറ്റിച്ചേരും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം നിങ്ങൾ നോക്കിയാട്ടെ, സാധാരണ രീതിയിലല്ല അവൻ മരിച്ചത്. 140 അടികൾ, ആ അടി കൊണ്ട് അവന്റെ പുറം ഒഴിവുചാല് പോലെ കീറുന്നു. ഇതിലേക്ക് ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ TV വാച്ച് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു പള്ളിയിൽ, സാധാരണ എന്റെ കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ദുഃഖവെള്ളിയാഴ്ച യേശുവിനെ അടിക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നു, കുരിശുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന രംഗം കാണിക്കുന്നു, ബാക്കി ക്രൂശീകരണമൊക്കെ ആത്മീയ ലെവലിൽ കാണിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ചില ദേവാലയങ്ങളിൽ യേശുവിനെ ക്രൂശിക്കുന്ന രംഗം അതേപോലെ കാണിക്കുന്നു, വലിയ ക്രൂശിൽ വ്യക്തികളെ ക്രൂശിക്കുന്ന രംഗം അതേപോലെ കാണിക്കുന്നു. ആ ക്രൂശീകരണത്തിന് ശേഷം മരിച്ച യേശുവിന്റെ രൂപം അത് കെട്ടി താഴെ ഇറക്കി അടക്കുന്ന രംഗങ്ങളൊക്കെ ആശ്ചര്യമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങൾ തുടർമാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമുക്ക് എല്ലാ വർഷവും യേശുവിനെ ക്രൂശിക്കുകയോ ഉയർത്തിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലായി യേശു മരിച്ചു, ഒരിക്കലായി അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ ജീവിക്കുന്നതുകൊണ്ട് നാമും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശുക്രിസ്തുവിനെ അവന്റെ മരണം എങ്ങനെയായിരുന്നു? പുറം ഒഴിവുചാല് പോലെ കീറി, തലയിൽ
കാര്യം വാണി കൊണ്ട് തറച്ചു. ഒരു മാംസപിണ്ഡമാക്കി അവരെ മാറ്റി. സാധാരണ മരണമല്ല, സാധാരണ വ്യക്തി മരിക്കുന്നത് പോലെ അല്ല യേശു മരിച്ചത്. അങ്ങോട്ട് സുന്ദരകോമളനായി പോയവൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായി. അങ്ങനെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ടവന്റെ വിലാപ്പുറം അവസാനം കുന്തം കൊണ്ട് കുത്തി. നോക്കിയാട്ടെ, ആ ശരീരം മുഴുവൻ മുറിവുകളായി. പുറം മുഴുവൻ ഉറവുചാല് പോലെ കീറുന്നു. തലയിൽ മുൾക്കിരീടം ചാഞ്ഞടിക്കുന്നു. താടിരോമങ്ങൾ പിടിച്ചടിക്കുന്നു. കൈകാലുകൾ കാരിരുമ്പാണി കൊണ്ട് തറയ്ക്കപ്പെടുന്നു. വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെടുന്നു. ഈ കർത്താവിനെയാണ്, ഈ യേശുവിനെയാണ്, ഈ പുത്രനെയാണ്, ഈ ദൈവപുത്രനെയാണ് മരിച്ച് കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുവെക്കുന്നത്. അത് വെള്ളമായി മാറാൻ, അഴുകിപ്പോകുവാൻ 3 ദിവസം പോലും വേണ്ട. സാധാരണ രീതിയിലുള്ള മരണത്തിന് 3 ദിവസം വേണം. ഇത് അതിനുപോലും ആവശ്യമില്ല. കാരണം എന്താ? ആകപ്പാടെ ഒരു പ്രത്യേക രൂപമായി, ഒരു മാംസകഷണമായി മാറി. പഴുക്കുവാൻ പെട്ടെന്ന് കഴിയും. ചൂടുകൂടെ കിട്ടുമ്പോൾ ഈ മുറിവുകളിൽ പെട്ടെന്ന് പഴുക്കും. ഈ ശരീരം മുഴുവൻ വെള്ളമായി മാറാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ദൈവത്തിന്റെ ഒരു വാക്ക് കിടക്കുന്നു. 3600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക രൂപത്തിൽ എഴുതി വെച്ചൊരു വാക്യം, എന്റെ മകൻ ദേവത്വം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഏതാ ദൈവം നിറവേറിയത്? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടോ? ഉരുകി ഒലിച്ചവനായിട്ടല്ല അവൻ പുറത്തു വന്നത്. എങ്ങനെ അവൻ പുറത്തു വന്നു? 10,000 പേരുകളിൽ പരമസുന്ദരനായി. ദൈവത്തിന്റെ വൈതലെ അവൻ പുറത്തു വന്ന രൂപം കണ്ടോ? തകർക്കപ്പെട്ടവനായിട്ടല്ല അവൻ പുറത്തു വന്നത്. അവൻ പുറത്തു വന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഭൂമിയിൽ സ്വർഗത്തെ സകലത്തിന്റെ മേലുള്ള അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നവൻ തകർന്നവനായിട്ടാണോ പുറത്തു വന്നത്? ദൈവത്തിന്റെ വാക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചന രൂപത്തിൽ എഴുതി വെച്ച വാക്ക് ദൈവം ഇതിനെ നിവർത്തിയായത് നിങ്ങൾ കണ്ടോ? എന്റെ മകൻ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ വാക്കാണ് നിറവേറിയത്? പ്രകൃതി പറഞ്ഞു 3 ദിവസം കൊണ്ട് വെള്ളമായി മാറും. സാഹചര്യം പറഞ്ഞു 3 ദിവസം മതി. അന്നുവരെയുള്ള അനുഭവങ്ങൾ പറഞ്ഞു 3 ദിവസം മതി. പക്ഷേ യേശു 3 ദിവസം കൊണ്ട് അത് വെള്ളമായി മാറിയില്ല. ദൈവത്തിന്റെ വാക്കാണ് നിവർത്തിയായത്. ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ ദൂത് ഞാൻ പറയാം. സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല നീ ചലിക്കേണ്ടത്. ഇതിലെ പ്രകൃതി പറയുന്നതിനനുസരിച്ചല്ല നീ ചലിക്കേണ്ടത്. പാരമ്പര്യത്തിനനുസരിച്ചല്ല നീ ചലിക്കേണ്ടത്. ദൈവം എന്ത് നിന്നോട് കൽപ്പിച്ചോ, ദൈവം നിന്നോട് എന്ത് സംസാരിച്ചോ, ദൈവം നിന്നോട് എന്ത് അരുളി ചെയ്തോ, അതിനനുസരിച്ച് നീ ചലിക്ക്. കാരണം അതാണ് നിവർത്തിയാകുന്നത്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ, നിന്നോട് അരുളിച്ചത് ദൈവ ശബ്ദത്തിന് മാറ്റമില്ല. ഇത് ഞാൻ ചെയ്യുമെന്നവൻ പറഞ്ഞാൽ അതിനെതിരെ എന്ത് വിഷയം വന്നാലും അത് സാധ്യമാകും. ഞാൻ സാധാരണ പറയാറുള്ള ഒരു വാക്യം വീണ്ടും ആവർത്തിച്ച് പറയാം. ഒരത്ഭുതം എങ്ങനെ നടക്കും? ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്ന വിഷയം, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമോ, ഇന്ന വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് അത്ഭുതം നടക്കുമെന്ന് എങ്ങനെ അറിയാം? അത്ഭുതം നടക്കാൻ ഒരു സാഹചര്യവും വെളിപ്പെടുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങളൊക്കെ അത്ഭുതം നടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണെങ്കിൽ, അത്ഭുതം നടത്തത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ, ദൈവം ഇതിനെ നീ വിശ്വസിച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. അത്ഭുതത്തിനെതിരായ സാഹചര്യമാണ് മുൻപിൽ. അത്ഭുതം നടക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് നിന്റെ കണ്ണും നിന്റെ ചെവിയും പറയുമ്പോൾ നീ കർത്താവിനെ അത്തരം കൊണ്ട് സ്തുതിച്ചോണം. കാരണം അവിടെ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ദൈവം. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ, കഴിഞ്ഞ 4 കാലങ്ങളിലെ ദൈവഭക്തന്മാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടാൽ അവരെല്ലാം പറയും, അത്ഭുതം നടക്കാൻ ഒരു സാഹചര്യമില്ലാത്തിടത്ത് എന്റെ ദൈവം അത്ഭുതം ചെയ്തു. എത്രയോ ഭാഗങ്ങൾ നമുക്കറിയാം. ഹന്നയെ കുറിച്ച് പഠിച്ചാൽ അത്ഭുതം നടക്കാൻ ഒരു സാഹചര്യവുമില്ല, എല്ലാം എതിരായി നിൽക്കുന്നു. പക്ഷേ അവിടെ അത്ഭുതം ചെയ്തുകൊണ്ട് ദൈവമാരത് ഒളിച്ചു കൊടുത്തു. മച്ചിയായ എലിസബത്തിനെ നിങ്ങൾ നോക്ക്, അബ്രഹാമിന്റെ ഭാര്യയെ നോക്ക്, അബ്രഹാമിനെ നോക്ക്. അബ്രഹാം തന്നെ പറയുന്നു, ഇനിയൊരു സാധ്യത എന്റെ ശരീരം കൊണ്ട് പറ്റില്ല, എന്റെ പ്രായത്തിൽ ഇനിയൊരു സാധ്യതയില്ല. അത്ഭുതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി എന്ന് പറഞ്ഞു അത്ഭുതം. ദൈവം ഇതിലെ മനസ്സിലാക്ക്. ചെങ്കടൽ വരുമ്പോൾ നോക്കിയാട്ടെ, ചെങ്കടലിന്റെ നടുവിൽ, ചെങ്കടലിന് മുൻപിൽ പുറകിൽ ഫറവോൻ നിൽക്കുന്നു, മുമ്പിൽ ചെങ്കടൽ നിൽക്കുന്നു. ഇനിയൊരു അത്ഭുതം എവിടെ? ഒരു സാധ്യതയുമില്ല, തകർന്നു.
പക്ഷെ അവിടെയല്ലേ അത്ഭുതം. എന്റെ ദൈവം അനുകൂല സാഹചര്യങ്ങളിൽ അത്ഭുതം ചെയ്യുന്നവനല്ല. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, എന്റെ ദൈവം നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എല്ലാ വഴിയും അടഞ്ഞെന്ന് തോന്നുമ്പോഴാണ് ദൈവപ്രവർത്തി പുതുവഴിയായി തുറക്കുന്നത്. എല്ലാം തീർന്നു എന്ന് തോന്നുമ്പോഴാണ് ദൈവം തുടങ്ങുന്നത്. പിശാച് പറയും, നിന്റെ ജീവിതത്തിൽ പറയും ഫുൾ സ്റ്റോപ്പ്, തീർന്നു, ഇനിയും ഇല്ല. പക്ഷെ എന്റെ ദൈവം എപ്പോൾ പിശാച് ഫുൾ സ്റ്റോപ്പ് ഇടുമോ അവിടെയാണ് എന്റെ കർത്താവ് കോമായിട്ട് തുടങ്ങുന്നത്. അവന്റെ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. സന്തോഷമുള്ളവർ ദൈവത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ദൈവം ഇതിലെ വാക്കിന് വ്യത്യാസമില്ലാത്ത ഒരു ദൈവത്തെയാണ്. എന്റെ മകൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് യെശയ്യാ പ്രവചനത്തിലും സങ്കീർത്തനത്തിലുമൊക്കെ അരുളി ചെയ്ത വചനങ്ങളെ എടുത്ത്, പ്രവചന വാക്കുകളെ എടുത്തിട്ട് തെളിയിക്കുകയാണ്. ആ യേശു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തു, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം ഞങ്ങളുടെ കൂടെ അവൻ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചാണ്, സഹോദരന്മാരുടെ കൂടെ ദൈവരാജ്യം സംസാരിച്ചു. ആ ദൈവം കടന്നുപോയി പരിശുദ്ധാത്മാവാം ദൈവത്തെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആ ആത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നെന്ന് പത്രോസ് 2-ാം അധ്യായത്തിൽ തന്റെ ഇടത്തോടെ പ്രസംഗിച്ചു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ നയിച്ചു തന്ന ആത്മാവിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ആ ശബ്ദം കേട്ടവരാണ് കുത്തുകൊണ്ടത് 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നത്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഞാൻ 1-ാം ഭാഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2-ാം ഭാഗം, 1-ാം ഭാഗം ഞാൻ പറഞ്ഞല്ലോ, 450 വർഷത്തെ മരുഭൂമി അവരുടെ പിതാക്കന്മാരുടെ ചരിത്രമാണ് 1-ാം ഭാഗത്ത് പറഞ്ഞത്. അതിനകത്ത് അബ്രഹാമിലൂടെ ലഭിച്ച അനുഗ്രഹവും അടിമനുഭവത്തെ കുറിച്ചും പറഞ്ഞു. അതിനുശേഷം മോശയിലൂടെ ലഭിച്ച 40 വർഷത്തെ മരുഭൂമി യാത്രയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം വാഗ്ദത്ത കനാനാട്ടിൽ ചെന്നുള്ള ചരിത്രം, പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എഴുതിയിട്ട് 10 വർഷത്തെ ചരിത്രം, അങ്ങനെ 450 വർഷത്തെ ചരിത്രം പറഞ്ഞ് യോഹന്നാൻ സ്നാപകരിലേക്ക് കയറി. പിന്നീട് പെട്ടെന്ന് തിരിച്ചു വന്ന ദാവീദിനെ പറഞ്ഞിട്ട് ദാവീദ് ഉൾപ്പെടെയുള്ളവർ മരിച്ചടക്കപ്പെട്ടു, അവർ ദ്രവത്വമായി, വെള്ളം അവർ ഭൂമിയോട് ചേർന്നു. എന്നാൽ യോഹന്നാൻ പറഞ്ഞ എന്റെ പിന്നാലെ വരുന്നവൻ, സങ്കീർത്തനത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ പുത്രൻ, അവൻ യേശു, അവൻ ദ്രവത്വം കാണുവാൻ പിതാവ് അവനെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം 38 മുതൽ 26 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച്, 26 മുതൽ 37 വരെ ഉയർത്തെഴുന്നേറ്റ യേശു വളരെ ശക്തമായിട്ട് അത് പറയുകയാണ്. ദൈവം ഉയർപ്പിച്ചവനോ, പറയുന്നത് ശ്രദ്ധിക്കണമേ. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ജീർണത കണ്ടു. എന്നാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ജീർണത കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളുടെ പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏതൊരുവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. കണ്ടോ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 3:14 പറയുന്ന മറ്റൊരുത്തിലും രക്ഷയില്ല, അല്ല പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ആ ദൈവ സ്നേഹത്തെ കുറിച്ച് വർണ്ണിച്ച് യേശുവിനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ പ്രസംഗ ശൈലിയിലേക്ക്, ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഞാനതിന്റെ 2-ാം ഘട്ടം അവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ 26 മുതൽ 37 വരെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, 38 മുതൽ 41 വരെ യേശു ക്രിസ്തുവിനോട് ലഭിക്കുന്ന പാപമോചനവും നീതീകരണവും, ആ പ്രസംഗം അവിടെ അവസാനിക്കുമ്പോൾ 42 മുതൽ 52 വരെ പ്രസംഗം കേട്ടവരുടെ പ്രതികരണം, ആ ഭാഗം നമുക്കത് കേൾക്കുവാൻ കഴിയും. ദൈവങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എത്രയോ ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം. ഇന്നും നാമധേയ ക്രൈസ്തവർ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ഉയർത്തിക്കൊണ്ട് നടക്കുമ്പോൾ അവരെല്ലാം മരിച്ചടക്കപ്പെട്ടു, അവരെല്ലാം ജീവനതയിലായി. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി അവർ ചെയ്തെടുത്തു, അവരെല്ലാം നിദ്ര പ്രാപിച്ചു. എന്നാൽ അവരിലൂടെ വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ജീവനത പ്രാപിക്കാത്ത, ദേവത്വം കാണാത്ത അക്ഷയനായ ദൈവം, ആ ദൈവത്തിന്റെ തേജസ്സിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എന്നാൽ ഇന്നും നാളെ ഇതാ ഈസ്റ്റർ ആചരിക്കുന്നു. ദൈവവചനത്തിൽ എത്രയോ വിട്ടുമാറി
മാറി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവിടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർത്ത് മുഖത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഹൃദയത്തെ ഇരുണ്ടതാക്കി മാറ്റി. ഞാനെല്ലാ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്, വീട് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴ് സമുദ്രത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ള ദൈവ പ്രമാണത്തെ തകടം മറിച്ചുകൊണ്ട് ക്ഷയമുള്ളതിനെ ആരാധിക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരിക്കൽ കൂടെ ഈ ദൈവവചന പഠനത്തിന്റെ ഭാഗമാക്കാതെ നിങ്ങളുടെ ആത്മാർത്ഥതയെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ശനിയാഴ്ചയും തിരുമേനിയുടെ പാദപീഠത്തിൽ കടന്നുവന്ന് ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ പല രീതിയിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നത് കർത്താവെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കൃപ മുഖാന്തരം ഞങ്ങൾക്ക് കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ കഴിഞ്ഞു, കർത്താവിന്റെ രക്ഷയിലേക്ക് കൃപ മുഖാന്തരം വരുവാൻ കഴിഞ്ഞു. അതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് അങ്ങയുടെ കർത്താവ് മക്കളും കർത്താവെ അങ്ങയുടെ വേലക്കാരുമാക്കി മാറ്റി വെച്ചിരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവ് പാട്ടുപാടി അതിന്റെ ദാസിയെ അനുഗ്രഹിച്ച് അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് തലമുറയെ അനുഗ്രഹിച്ച് വിവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലലി, കർത്താവിന്റെ ദാസൻ ദൈവവചനം പറഞ്ഞ കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കുന്നു. ദാസനിലൂടെ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവപ്രവർത്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, വീണ്ടും കർത്താവ് ശക്തമായി ഉപയോഗിച്ചാട്ടെ. കർത്താവ് ഈ പ്രളയന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന രാജപാസ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭാഗമാക്കാക്കുന്ന കർത്താവ് എല്ലാ ദൈവമക്കളെയും സ്റ്റേറ്റുകൾക്ക് വെളിയിൽ നിന്നൊക്കെ കടന്നു വന്ന് ആത്മാർത്ഥതയോടെ കർത്താവ് ഇതിൽ ഭാഗമാക്കാക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ മാത്രം അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ വേർതിരിക്കുന്ന കർത്താവ് ഈ സമയം അവരുടെ ജീവിതത്തിൽ വലിയ ലാഭമായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന തലമുറകൾ, കർത്താവ് നല്ല ഭാവിക്കുള്ള ഉടമയാകുന്ന തലമുറകൾ, നല്ല കുടുംബജീവിതം നയിക്കുന്ന തലമുറകളായി കർത്താവ് വ്യക്താക്കളായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കർത്താവ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടല്ലോ. എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്ക് ഇത് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ മാറുന്ന വാക്കല്ലല്ലോ കർത്താവെ, അത് നിവർത്തിയാകുന്ന വാക്കായി അവരുടെ ശരീരമണ്ഡലങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ദുഷ്ടപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ദേശം വിട്ട് മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികളുടെ ബോഡികൾ യേശുവിന്റെ നാമത്തിൽ ദേശം വിട്ട് മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ ദൈവസഭകളെയും, എല്ലാ ദൈവരാഷ്ട്രന്മാരെയും, എല്ലാ ദൈവമക്കളെയും, എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുന്നു. പ്രേരണകളെല്ലാം അനുഗ്രഹിക്കുന്നു കർത്താവെ. ആലലിയ ഒക്കെ പ്രേരണയെ അനുഗ്രഹിക്കുന്നു. പിൻപിൽ പ്രവർത്തിക്കുന്ന കർത്താദാസൻ സാജയ കുടുംബം അനുഗ്രഹിക്കുന്നു. ബോസ്റ്റൺ പ്രേരണനെ അനുഗ്രഹിക്കുന്നു. സൂസനെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രേരണനെ അനുഗ്രഹിക്കുന്നു. ജോലിയെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രേരണയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ കൃപയോട് നിറയ്ക്കണമേ. കർത്താവെ, പുതിയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട്. തിരുവചന മഹത്വമെടുക്കണം. പ്രാർത്ഥന കടന്നായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.